അല്ല, അതിന് എനിക്കൊരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ അവളുടെ ഫോൺ പരിശോധിക്കട്ടെ, അതിലെന്താണെന്നുള്ളത്, എന്ത് മെസ്സേജാണ് എന്നുള്ളത്. ഈ അവൾക്ക് ഒരുപാട് ചിലപ്പോൾ സുഹൃത്തുക്കളുണ്ടാകും, അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ടാകും, അവരൊക്കെ ഈ വിവാഹ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാതെ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള സംഗതികൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ. ഞാൻ പറയുന്നത് അവനൊരു സംശയരോഗിയായിരിക്കാം, ആ ഒരു ലക്ഷണമാണ് അവൻ കാണിക്കുന്നത്. അപ്പോൾ അവർ സംശയരോഗി എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒപ്പം തന്നെ ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു മകളുടെ ഫോൺ ഇപ്പോഴും അവരുടെ കയ്യിലാണുള്ളത്. മകളുടെ ഫോൺ മകളുടെ കയ്യിലുണ്ട്. അപ്പോൾ അവരുടെ ഫോണ് രാഹുൽ വാങ്ങി വെച്ചിരുന്നു എന്ന്. അത് ഈ മർദ്ദനം നടന്ന ദിവസം ഉണ്ടല്ലോ, രാഹുലിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഈ വിവരം ഞങ്ങളെ അറിയിക്കാതിരിക്കാനായിട്ട് അവൻ ഫോൺ മനഃപൂർവ്വം മാറ്റിവെച്ചു. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യം വന്നു. മർദ്ദിച്ചെന്നത് സമ്മതിച്ചല്ലോ. പിന്നെ അവൻ വേറൊരു വിവാഹം കഴിച്ചു എന്നുള്ളത് എന്തുകൊണ്ട് പറയുന്നില്ല? അവർ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വിവാഹം കഴിച്ച ഇവൻ അത് ഇപ്പോഴും നിലനിൽക്കേ എൻ്റെ മകളെ വിവാഹം കഴിച്ചു. അപ്പോൾ ഒരു വഞ്ചനാ കുറ്റമല്ലേ ചാറ്റിങ്ങിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനും കൂടി അവന് ശിക്ഷ ഉണ്ടാവണം. കാരണം മറ്റൊരു പെൺകുട്ടിക്ക് ഇനി സംഭവിക്കരുത്, അതുകൊണ്ടാണ് അവന് ശിക്ഷ കൊടുക്കണമെന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ ACP ഒക്കെ വന്നിരുന്നു, വളരെ മാന്യമായ രീതിയിലാണ് ഞങ്ങളോട് മൊഴിയെടുത്തത്. അതിൽ ഏറെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും കടുത്ത രീതിയിലുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടണമെന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അതിയായ സന്തോഷം മുഖ്യമന്ത്രിയോട് ഉണ്ട്. എല്ലാവിധ സ്നേഹവും അദ്ദേഹത്തെ അറിയിക്കുകയാണ്.